ورحمنا ولوالدينا ولجميع المؤمنين والمؤمنات. ബാബു മാ ജാഅ ഫീ നഅലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിനെ കുറിച്ച് പറയുന്ന പാഠമാണ്. നബി തങ്ങളുടെ ചെരുപ്പിനെ കുറിച്ചൊരു പ്രത്യേകം പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ചെരുപ്പിൻ്റെ ചോട്ടിൽ ലോകം വന്നു എന്നുള്ളതാണ്. മിഅ്റാജിൻ്റെ രാത്രിയിൽ ഏഴാനാകാശത്തിൻ്റെ മുകളിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് നടത്തിയപ്പോൾ അവിടെ ചെരുപ്പ് ഇങ്ങനെ ഇട്ട് നിന്നപ്പോൾ ലോകത്തെ മലക്കുകളും മനുഷ്യന്മാരൊക്കെ നബിൻ്റെ ചെരുപ്പിൻ്റെ ചുവട്ടിലായില്ലേ. അപ്പോൾ حدثنا محمد بن بشار حدثنا أبو داود الطيالسي حدثنا همام عن قتادة رضي الله عنه قال قلت لأنس بن مالك ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായിരുന്ന അനസ് ബിൻ മാലിക്കിനോട് ചോദിച്ചു, കൈഫ കാന അ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ചെരുപ്പ് എങ്ങനെയായിരുന്നു? ലഹുമ്മാ ഖുബാലാനി, അതിന് രണ്ട് വള്ളി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഹവായി ചെരുപ്പ് തള്ളവിരലിൻ്റെയും അതിൻ്റെ തൊട്ടടുത്ത വിരലിൻ്റെ ഇടയിലും ഒരൊറ്റ കയറല്ലേ ഉണ്ടാവുക. എന്നാൽ നബിൻ്റെ വിരലിന് രണ്ട് വള്ളി ഉണ്ടായിരുന്നു. രണ്ട് വള്ളി, രണ്ട് കയർ, മൂക്കയർ അങ്ങനെയായിരുന്നു. ഞാൻ ആ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ. അത് ഏകദേശം അതിൻ്റെ രീതിയിലുള്ള. എന്നിട്ട് ആ രണ്ട് കയറും കൂടെ നമ്മുടെ പുറങ്കാലിൻ്റെ അവിടെ ഉണ്ട ആ വള്ളിയിലേക്ക്, ഷിറാക്ക് എന്ന് പറയും, അതിലേക്ക് ഇങ്ങനെ വലിച്ചു കെട്ടുകയാണ് ചെയ്യുക. ഏത് ചെരുപ്പായിരുന്നു ധരിച്ചിരുന്നത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉബൈദ് ബിൻ ജറീജ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റഅയ്തുക തൽബസു നിആല സബത്തിയ, നിങ്ങളെന്താണ് ഈ ലെതറിൻ്റെ ചെരുപ്പ് ധരിക്കുന്നത്? പോത്തിൻ്റെയും മൂരിൻ്റെയും ഒക്കെ തോലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള രോമല്ലാത്ത ആ ലെതറിൻ്റെ ചെരുപ്പ്. ഇന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൽബസു നിആലല്ലതി ലൈസ ഫിഹാ ശഅറുൻ, നബി തങ്ങൾ അങ്ങനെ രോമമൊക്കെ കളഞ്ഞിട്ടുള്ള അത് ധരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വയതവല്ലഹു ഫിഹാ, അത് ഇട്ടിട്ട് വുളു ഉണ്ടാക്കുന്നതും കണ്ടിട്ടുണ്ട്. ഫാന ഉഹിബ്ബു അൻ അൽബസഹ, അതുകൊണ്ട് അത് ധരിക്കാനാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഒക്കെ ചെരുപ്പ് ആരും ധരിക്കാറില്ലല്ലോ പൊതുവേ. ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും ധരിക്കും, ബാത്റൂമിൽ നിന്നും ധരിക്കും, പിന്നെ ഹജ്ജിനൊക്കെ ധരിക്കും അല്ലേ. പഴയ കാലത്തൊക്കെ ഈ മുതടി എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെരുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഴയ കാലത്തെ VKC ചെരുപ്പൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ട്. എല്ലാവരും കാലുമലും VKC ചെരുപ്പ് ഉണ്ടായിരുന്നത്. ഇപ്പൊക്കെ മാറി, വലിയ വലിയ ഊപ്പാണ് എല്ലാവർക്കും, വലിയ സൗകര്യങ്ങളൊക്കെ ആയി. ബഹുമാനപ്പെട്ട അംർ ബിൻ ഹുറൈസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുന്നു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീ നഅലൈനി മഖ്സൂഫത്തൈനി, മഖ്സൂഫായ രണ്ട് ചെരുപ്പിൽ ധരിക്കുന്നത് ഞാൻ കണ്ടു. അതായത് ഈ തോലിങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് ഇങ്ങനെ തുന്നി പിടിപ്പിക്കുക ചെയ്യുക, നടക്കാനുള്ള. അവിടെ നടക്കാൻ കഴിയുള്ളൂ, ഒറ്റ തോല് മതിയാവില്ലല്ലോ. നമ്മുടെ ഹവായി ചെരുപ്പൊക്കെ നല്ല കട്ടി ഉണ്ടാവുമല്ലോ, അതൊരൊറ്റ വാർപ്പാണ്. മുമ്പങ്ങനല്ല, നല്ല കാലിൻ്റെ പാകത്തിന് തോല് എന്ത് ചെയ്യും, കഷ്ണിച്ചിട്ട് കാലിൻ്റെ വലുപ്പത്തിന് തോലിങ്ങനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിങ്ങനെ ഒന്നിൻ്റെ മേലെ മറ്റൊന്നിങ്ങനെ തുന്നി പിടിപ്പിക്കുക ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയായിരുന്നു ആ കാര്യം ചെയ്തിരുന്നത്. യഖ്സിഫുൻ നഅല എന്ന് കിട്ടിയില്ലേ, നബി തങ്ങൾ ചെരുപ്പ് തുന്നിയിരുന്നു. ഇങ്ങനെ തോലുകളൊക്കെ കട്ടിച്ചിട്ട് ഇങ്ങനെ, നമ്മളൊക്കെ ഇപ്പോൾ പശയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒട്ടിക്കാൻ, അന്നില്ല, അതിങ്ങനെ നൂലുകൊണ്ട് കെട്ടി ഇങ്ങനെ അട്ടിയാക്കുക ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേലെ കയറ് വെച്ചിട്ട് വാറ് വെച്ചിട്ട് ഒക്കെ കെട്ടി ബന്ധിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നബിതങ്ങൾ ചെരുപ്പ് തുന്നാറുണ്ടായിരുന്നു, വസ്ത്രം കഴുകാറുണ്ടായിരുന്നു, ആടിനെ കറക്കാറുണ്ടായിരുന്നു, വീട് വൃത്തിയാക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. നമ്മുടെ ഹദീസ് കാണാം, ഇതിൽ പെട്ടതാണത്. ഇനി കുറച്ച് ഹദീസും കൂടെ പറയാം നമുക്ക്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യംശിയന്ന അഹദുക്കും ഫീ നഅലിൻ വാഹിദ,
നിങ്ങൾ ഒരൊറ്റ ചെരുപ്പിട്ട് ധരിക്കരുത്. ലിയുൻഅലുഹുമാ ജമിയൻ ഔ ലിയുഹ്ഫിഹിമാ ജമിയൻ. ഒന്നിരിക്കൽ രണ്ടുമിട്ട് നടക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിട്ട് ധരിക്കുക. ആളുകളിങ്ങനെ എന്താ ഒറ്റ ചെരുപ്പിട്ട് ഇങ്ങനെ നടക്കണ ആൾക്കാരിങ്ങനെ കുറ്റം പറയില്ലേ? അതൊരു വ്യക്തിത്വമുള്ള ആളുകൾ ചെയ്യുന്നതല്ല. അപ്പം അങ്ങനെയുള്ള പ്രവൃത്തി നിങ്ങൾ എന്ത് ചെയ്യരുത്, നടത്തരുത്. നടത്തത്തിനൊരു ഏങ്കോണിച്ചൽ വരും, അതല്ലെങ്കിൽ ഒരു ക്രമം തെറ്റിലുണ്ട് നടത്തത്തിൽ. ഒറ്റ ചെരുപ്പിട്ട് ഇങ്ങനെ ധരിക്കുമ്പോൾ അതൊന്നും ഒരു ആളുകൾക്ക് മാന്യന്മാർക്ക് ചേർന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ്. حدثنا إسحاق بن موسى حدثنا معن حدثنا مالك عن أبي الزبير عن أخي جابر رضي الله عنه. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുല ബിഷിമാലിഹി. ഇടത് കൈ കൊണ്ട് തിന്നുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ വിരോധിച്ചു. അതുപോലെ തന്നെ ഒറ്റ ചെരുപ്പിട്ട് ധരിക്കുന്നതും നടക്കുന്നതും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദൻ തഅല അഹദുക്കും ഫല്യബ്ദഉ ബിൽ-യമീൻ. നിങ്ങൾ ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തെ ചെരുപ്പ് ആദ്യം ധരിക്കട്ടെ. വൈദാ നസഅ, ചെരുപ്പ് ഊരുമ്പോൾ ഫല്യബ്ദഉ ബിശ്ശിമാൽ, ഇടത് കാൽ ആദ്യം ഊരട്ടെ. ഫൽതകുനിൽ യമീനു അവ്വലുഹുമാ തുൻഅൽ വആഖിറുഹുമാ തുൻസഅ. അപ്പോൾ വലത്തത് ആയിരിക്കണം ആദ്യം ധരിക്കേണ്ടതും വലത്തെ ചെരുപ്പായിരിക്കണം ആദ്യം ഊരി വെക്കേണ്ടതും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ശ്രദ്ധിക്കാറുണ്ടോ നിങ്ങൾ? ഞാൻ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ആദ്യം എന്നോട് ചോദിക്കണ്ടേ. നമ്മളിങ്ങനെ തിരക്കിലോട്ട് ഓടി ഇങ്ങോട്ട് വരും, തിരക്കിലിങ്ങോട്ട് ഇറങ്ങി ഓടുക ചെയ്യുക. അപ്പോൾ ഇതിലൊക്കെ ഒരു ശ്രദ്ധയും കൂടിയും കൂട്ടത്തിലുണ്ടാവുമല്ലോ. നമ്മളിങ്ങനെ വലതേ കാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്താണെന്ന് കരുതിയിട്ട് ബാത്റൂമിൽ കയറുമ്പോൾ വലത്തേ കാലിടുക, പുറത്തിറങ്ങി ഷൂ ഇടുമ്പോൾ വലത് കാലിടുക, സോക്സ് ഇടുമ്പോൾ ആദ്യം വലത്തേ കാലിടുക, ഊരുമ്പോൾ ആദ്യം വലത്തത് ഊരുക. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങനെ ഓർക്കലും പകർത്തലുമാണ്. നബി അങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാ സമയത്തും നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കടന്നു വരും. عن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم يحب التيمم من استطاع. സാധ്യമാകുമ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ വലത്തേതിനെ മുന്തിക്കുമായിരുന്നു. ഫീ തറജുലിഹി, തലമുടി വാരുന്നിടത്ത് ആദ്യം വലത്തേ ഭാഗം വാരും. വ തനഉലിഹി, ചെരുപ്പ് ധരിക്കുന്നിടത്തും അങ്ങനെ തന്നെ. വ തുഹൂരിഹി, ശുദ്ധീകരണത്തിലും അങ്ങനെ തന്നെ. حدثنا محمد بن مرزوق أبو عبد الله حدثنا عبد الرحمن بن قيس أبي معاوية حدثنا هشام بن محمد أبي هريرة رضي الله عنه قال. ഈ ഉസ്താദുമാരുടെ പരമ്പരയിലൂടെ എനിക്ക് ഇങ്ങനെ ഒരു ഹദീസ് കിട്ടി. ഇമാം തുർമുദി പറയുന്നു, കാന ലിറാ റസൂലില്ലാഹി ഖിബാലാനി വഅബീ ബക്രി വഉമർ വഅംബലു മൻ അഖദ അഖദൻ വാഹിദൻ ഉസ്മാൻ. ചെരുപ്പിന് ഒരൊറ്റ വള്ളി മൂക്കിട്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെയും അബൂബക്കർ ഉമർ റളിയല്ലാഹുവിൻ്റെയും ചെരുപ്പിന് ഇങ്ങനെ രണ്ട് മൂക്കുണ്ടായിരുന്നു, രണ്ട് വിരലുകൾക്കിടയിൽ രണ്ട് കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്ത പാഠം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരം എന്ന വിഷയത്തിലാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് അയച്ച മെസ്സേജിൽ കാണാം, ഈ ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും കാര്യങ്ങളിലൊക്കെ വലത്തേത് മുന്തിക്കണം. ഭംഗി, വൃത്തി, ഇത്തരം കാര്യങ്ങളിലൊക്കെ അത് ഒഴിവാക്കുന്നത് ഇടത്തേത് കൊണ്ടുമായിരിക്കണം. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാല്, ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ ഇടത് കാല്, അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ, മനോഹരം ചെയ്യുമ്പോൾ, ഗുഹ്യം തൊടുമ്പോൾ, മൂക്ക് പിഴിയുമ്പോൾ, അങ്ങനെ ഇത്തരം കാര്യങ്ങളിലൊക്കെ അടുത്ത് മുന്തിക്കുക. നല്ല നല്ല കാര്യങ്ങൾ, കൂലി കൊടുക്കുമ്പോൾ, പൈസ കൊടുക്കുമ്പോൾ, മീൻകാരന് പൈസ കൊടുക്കുമ്പോൾ, ഒരു സാധനം നമുക്ക് തരുമ്പോൾ വാങ്ങേണ്ടത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇടത്തെ കാലിനെ മുന്തിക്കുകയാണ്. നല്ല നല്ല കാര്യങ്ങളൊക്കെ വലത് കയ്യിനെ മുന്തിക്കുക. വലത് കൈ, വലത് കാല്, ഇങ്ങനെയൊക്കെയാണ്.
ഇൻഷാ അല്ലാഹ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിനെ വർണ്ണിച്ചുകൊണ്ട് കുറേ കവിതകൾ രചിച്ചിട്ടുണ്ട്. അതിൽ പെട്ടൊരു കവിതയാണ് അലാ റഅ്സി ഹാദൽ കൗനി നഅലു മുഹമ്മദി അലത്ഫാ ജമീഉൽ ഖൽഖി തഹ്ത ളിലാലിഹി. കേട്ടോ നിങ്ങൾ? ചിലയിടത്തൊക്കെ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്, ചില വീട്ടിലൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ചെരുപ്പിൻ്റെ ഫോട്ടോ ഒക്കെ വെക്കുന്നത് കാണാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിഷയത്തിൽ ഈ ചെരുപ്പിനെ വർണ്ണിച്ചുകൊണ്ടുള്ള ചില കിതാബുകളും ചില ബെയ്ത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പിനെ കുറിച്ചുള്ള ബെയ്ത്താണ് അലാ റഅ്സി ഹാദൽ കൗനി. യൂസുഫ് നബ്ഹാനിയാണ് രചിച്ചത്. അലാ റഅ്സി ഹാദൽ കൗനി നഅലു മുഹമ്മദി അലത്ഫാ ജമീഉൽ ഖൽഖി തഹ്ത ളിലാലിഹി. ഈ ലോകത്തിൻ്റെ നെറുകയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചെരുപ്പ് ഉണ്ടായി. ഫജമീഉൽ ഖൽഖി തഹ്ത ളിലാലിഹി. അപ്പോൾ ആ ചെരുപ്പിൻ്റെ ചൂട്ടിലാണ് ലോകം മുഴുവനും നിലകൊള്ളുന്നത്. ലദത്തൂരി മൂസാ നൂദിയ ഖിറഅ വ അഹ്മദു അലൽ ഖുർബി ലം യുമർ ബിഖൽഇനി ആലിഹി. അനി നഖ്ലാന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. മൂസാ നബി അലൈഹിസ്സലാമിനോട് തൗറാത്ത് വാങ്ങാൻ വേണ്ടി വരാൻ പറഞ്ഞപ്പോൾ അള്ളാഹ് ഖുർആനിൽ പറയുന്നു അനി നഖ്ലാന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. നിങ്ങൾ പരിശുദ്ധമായൊരിടത്താണുള്ളത്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചെരുപ്പ് ഊരണമെന്ന് മൂസാ നബിനോട് പറഞ്ഞു. അലൽ ഖുർബി ലം യുമർ ബിഖൽഇനി ആലിഹി. ഇത് തൂരിസിനാ പർവ്വതത്തിലേക്ക് കയറാനാണ്, തൂരിസിനാ പർവ്വതത്തിൽ കയറാനാണ് അള്ളാൻ്റെ റസൂല് മൂസാ നബി അലൈഹി സ്വലാമിനോട് ചെരുപ്പ് വയ്ക്കാൻ പറഞ്ഞത്. ഇത് അള്ളാൻ്റെ അടുത്ത മക്കാമിലെത്തി അള്ളാൻ്റെ റസൂലിനോട് എന്തായിട്ടില്ല, ചെരുപ്പ് വരാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ബെയ്ത്ത് അങ്ങനെയാണ്. മിസാലുൻ ഹക്കാന. ജീവിക്കാനാണ് നമ്മളൊക്കെ വല്ലാതെ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അവിടുത്തെ ആ സുന്നത്ത് പിൻപറ്റി ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അവൻ്റെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തരട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم تقبل منا صلاتنا وصيامنا وقيامنا وقراءتنا إنك أنت التواب الرحيم. اللهم أصلحنا وأزواجنا وأولادنا بما صلحت به عبادك الصالحين. اللهم توفنا مسلمين والحقنا بالصالحين. اللهم إنا نحب حبيبك محمدا صلى الله عليه وسلم ونحب سنته ونحب هديه وجعلنا من خير متبع سنة نبيك محمد صلى الله عليه وسلم وهديه ورشاده يا رب العالمين. اللهم اهدنا به يا رب العالمين. اللهم اهدنا به يا رب العالمين. اللهم ارزقنا سعادة الدارين بحقه صلى الله عليه وسلم. اللهم ارزقنا محبة حبيبك محمد صلى الله عليه وسلم ووفقنا من تحب وترضى ووفقنا للحج المبرور والعمرة المقبولة بشفاعة نبيك محمد وببركة محمد صلى الله عليه وسلم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واغفر لنا ولوالدينا ولأولادنا ولأزواجنا ولمن أوصانا بالدعاء ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله. صلى الله على محمد صلى الله عليه وسلم. 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 صلى الله على محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.